ബാങ്കുമായി ഇടപെടാത്ത ആളുകൾ വളരെ കുറവാണല്ലോ. അതല്ല, ഇപ്പം ഒന്നും ഇല്ലാത്തവർക്ക് സബ്സിഡി കിട്ടണമെങ്കിൽ ബാങ്ക് വഴിയാവണം. ബാങ്കുമായി ഇടപെടുക എന്നുള്ളത് നിർബന്ധിതമായ ബാധ്യതയായി മാറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിൽ വരുന്ന പലിശകൾ, എല്ലാവർക്കും പലിശകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പലിശയായിട്ട് ഇടപെടുന്നു എന്നാണല്ലോ. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള ഇങ്ങനെയുള്ള പലിശ, നമ്മൾ പലിശ കിട്ടതല്ല, പക്ഷേ അതിൽ പലിശ വന്നു. ആ പലിശ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്. തർക്കമില്ലാത്ത വിഷയമാണ്. പലിശ കൊടുക്കലും വാങ്ങലും ഹറാമാണ്. അൽ ആഹിദ് വൽ മുഅ്തി സവ, കൊടുക്കുന്നവനും വാങ്ങുന്നവനും തുല്യമാണെന്നാണ് പറയുന്നത്. ദിർഹമു റിബൻ യഅ്കുലുഹു റജുലു വഹുവ യഅലമു അശദ്ദു ഇൻദല്ലാഹി മിൻ 36 സനിയ. ഒരു ദിർഹമ് പലിശ, ഇത് പലിശയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾ അനുഭവിച്ചാൽ 36 പ്രാവശ്യം വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്നാണ് ഒരു ദിർഹമ് പലിശ. വേറെ ഹദീസിലുള്ള അരിബാ സബഊന ബാബൻ ഐസറുഹാ യസ്നിയർ റജുലു ബി ഉമ്മിഹി. പലിശ എന്ന് പറയുന്നത് 70 അധ്യായമാണ്. അതിലേറ്റവും ലളിതം സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നത് പോലെയാണ്. അള്ളാഹു ഖുർആനിൽ യുദ്ധം പ്രഖ്യാപിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കുറ്റം, പാപം, പലിശയാണ്. പക്ഷേ നമുക്കിന്ന് കള്ളുകൂടിയനെ കാണുമ്പോൾ ഒരു വലിയ പാപിയും പലിശ ഒക്കെ ചെയ്യുന്ന ആളുകൾ മാന്യനുമായിട്ടാണ് ഇന്ന് സമൂഹം വിലയിരുത്തുന്നത്. അത് ഈ വ്യാപകത്വത്തിൻ്റെ പ്രശ്നമാണ്. ഏതായിരുന്നാലും ഒരാളുടെ അക്കൗണ്ടിൽ പലിശ എന്തായിരുന്നാലും വരും. ഒരു സംഖ്യ ബാങ്കിലുണ്ടെങ്കിൽ അതിന്മേൽ പലിശ വരും. അയാളെ മുമ്പിലുള്ള മാർഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ബാങ്കിൽ തന്നെ, ബാങ്കിന് തന്നെ കൊടുക്കുക എന്നുള്ള, വേണ്ടാന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അർത്ഥം പലിശ സ്ഥാപനത്തെ സഹായിക്കുക എന്നാണ്. അയാൾ കുറച്ചും കൂടി അയാളെ സഹായിക്കുക എന്നാണ്. അത് അനുവദനീയമല്ല. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പാപത്തിനും കുറ്റകരമായ കാര്യങ്ങൾക്കും വേണ്ടി സഹകരിക്കാൻ പാടില്ല. അപ്പോൾ അത് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, വാങ്ങിച്ചിട്ട് കത്തിച്ച് കളയാന്നുള്ള. ഒരാൾ 1,00,000 റുപ്യ ബാങ്കിലിട്ട് 1,07,000 റുപ്യ കിട്ടി, ഈ 7,000 റുപ്യ അടുപ്പിലിട്ട് കത്തിച്ച് കളയാം. അത് അനുവദനീയമല്ല. കാരണം ഈ 7,000 റുപ്യക്ക് അത് പന്നിയിറച്ചി പോലെയും കള്ളു പോലെയും ഒന്നല്ല. പലിശ ആയതുകൊണ്ട് 7,000 റുപ്യ എനിക്ക് പറ്റുന്നത് ഹറാമാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് നശിപ്പിച്ച കുറ്റ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഇളാഅത്തിൽ മാലി. സമ്പത്ത് നശിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അതും പറ്റില്ല. മൂന്നാമത്തെ വഴി, അത് ഞാൻ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ തന്നെ ഉപയോഗിക്കുക എന്നുള്ളത്, പലിശ തിന്നാൻ പാടില്ല. വലാ തഅ്കുലു റിബ എന്ന് പറഞ്ഞ ആ വലിയ വൻ കുറ്റത്തിൽ ഞാൻ പെടും. അതും പാടില്ല. നാലാമത്തെ ഒരു വഴി, ഇത് വാങ്ങിക്കുക. വാങ്ങിച്ച കുറ്റം എന്നിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഏതെങ്കിലും ഞാനല്ലാത്ത, എൻ്റെ കുടുംബമോ എൻ്റെ മക്കളോ എൻ്റെ ബന്ധുക്കളോ അല്ലാത്ത അർഹരായ പാവങ്ങൾക്കോ, പണ്ഡിതന്മാർ പറയുന്ന പൊതുവായ കാര്യങ്ങൾക്ക്, പൊതു കുടിവെള്ള പദ്ധതി, പൊതു കിണർ, പൊതു വഴി, പൊതു റോഡ്, അങ്ങനെയുള്ള സംരംഭങ്ങൾ. ഇനി നമ്മളെ നാട്ടിൽ അഗതി സഹായ മന്ദിരങ്ങൾ, ചാരിറ്റി നടത്തുന്നത്, അതിൽക്കൊക്കെ കൊടുക്കുക. ആ കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെന്നോട് പിരിവ് ചോദിച്ച് വരുമ്പോൾ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി കൊടുക്കണമായിരുന്നു. എൻ്റെ ഹലാലായ പൈസയാണ് അതിനൊക്കെ കൊടുക്കേണ്ടത്. ചില ആളുകൾ ചോദിക്കും, എൻ്റെ അയൽവക്കത്തെ പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ മോളെ കല്യാണമാണ്, പാവങ്ങളാണ്, എൻ്റെ പലിശ അതിന് കൊടുക്കാൻ പറ്റുമോ? അതെന്തിനാ അങ്ങനെ ചോദിക്കണമെന്നറിയോ? ഇയാൾ പലിശ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇയാളെ സ്വന്തം പൈസ എടുത്ത് കൊടുക്കേണ്ട കേസ് വയ്ക്കും. അത് കൊടുത്തെന്ന് വരുത്തുകയും വേണം, എന്നാൽ ഇയാളെ സ്വന്തം പൈസ കൊടുക്കാതൊക്കെയും വേണം. ആ വോട്ടടക്കാൻ വേണ്ടി ഈ പലിശ എടുത്തിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനത് പ്രത്യേകം പറയലുണ്ട്, അത് നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങൾ കൊടുക്കാനുള്ളത് നിങ്ങളെ ഹലാലായ പൈസ കൊടുക്കി. മറ്റേത് നിങ്ങൾ വേറെ ആരെങ്കിലും മുഖേന നിങ്ങളാണെന്ന് തിരിയാത്ത കോലത്തിൽ അവർക്ക് കൊടുക്കി. അതെന്തിനാന്ന് വെച്ചാൽ, പലിശ കൊടുത്താണെങ്കിലും ഞാൻ കൊടുത്താൽ എന്നോട് കിട്ടിയ ആളുകൾക്ക് ഒരു ആദരവും ഇതൊക്കെ ഉണ്ടാവും. അതിനൊന്നും ഞാൻ അർഹനല്ല. ഇത് കട്ട മുതൽ പോലത്തെ ഒരു മുതലാണ്. അല്ലല്ലോ, ഇത് മോഷ്ടിച്ച മുതൽ പോലെയാണ്. മോഷ്ടാവ് ഇനി മോഷ്ടിച്ച ആരുടേതാണെന്ന് അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. എനിക്കും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൽ ഞാൻ നോക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ ചെലവിന് കൊടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തത്തിലുള്ള മക്കള്, അതുപോലെ കുടുംബത്തിനൊന്നും അത് ഉപയോഗിക്കാനേ പാടില്ല. അതെ, ചില ആളുകൾ സ്വന്തം വീട്ടിലെ കക്കൂസ് നന്നാക്കാൻ അതിനെ കൊണ്ട് കക്കൂസും ബെഡ്റൂമും ഒരേപോലെ തന്നെ ഉപയോഗിച്ചു. കാരണം അതിൻ്റെ ഗുണഭോക്താവ് ഞാനാവുകയാണ്. വേറെ ചിലർ ഭയങ്കര ഇതാണ്, പെനാൽറ്റി അടച്ചുകൂടെ, ഫൈൻ അടച്ചുകൂടെ, ഇതൊക്കെ.
നമുക്ക് ആവശ്യമായ ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ കാരണം അതിന്റെ ഗുണഭോക്താവ് ഞാനാവുമല്ലേ. അതെ അതെ, അത് ഉപയോഗിക്കാൻ പാടില്ല. അതെ, മുമ്പൊക്കെ നമ്മൾ വായിച്ചിരുന്നു കേട്ടിരുന്നതും ഒക്കെ ഉള്ളതൊരു കാര്യം, പലിശയുള്ള ആളുകൾക്ക്, ഒരാൾ കടം വാങ്ങി ആ പലിശ ഉള്ള ആളുകൾക്ക് ആ പലിശ വീട്ടാൻ മാത്രമാണ് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞത് ബാക്കിയുള്ള ചില പൊതുവായ കാര്യങ്ങൾ, ഇങ്ങനത്തെ കേസും പരിഗണിക്കാം. ഉദാഹരണമായിട്ട് എൻ്റെ അടുത്ത് കുറച്ച് പലിശ ഉണ്ട്, ഞാൻ ഫെഡറൽ ബാങ്കിലാണ് എൻ്റെ പലിശ വന്നിട്ടുള്ളത്. നിങ്ങൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് എന്തോ അത്യാവശ്യത്തിനോ കുട്ടീൻ്റെ വിദ്യാഭ്യാസത്തിനോ എന്താ വേണ്ടിയിട്ട് ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പലിശ വന്നിട്ട് തിരിച്ചടക്കാൻ പറ്റാത്തൊരു പ്രയാസത്തിലാണ്. യഥാർത്ഥത്തിൽ നിങ്ങളെപ്പോലുള്ള ആളുകളെ പലിശ എടുത്തിട്ടാണ് എനിക്ക് തരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങൾ അർഹനാണ്. നിങ്ങൾ ലക്ഷറിക്കും ദൂരത്തിനും വേണ്ടിയിട്ടൊന്നും അല്ല വാങ്ങിച്ചത്, തിരിച്ചടക്കാനുള്ള വകുപ്പ് അങ്ങനെയൊക്കെ ഇല്ല, അതിനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പലിശയിലേക്ക് എനിക്കിത് തരാമെന്ന് ചില പണ്ഡിതന്മാർ അനുവാദം നൽകിയിട്ടുണ്ട്.